ഈ ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ചിൻ്റെ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ബാറ്ററിയുടെ ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1-2 ഷോർട്ട് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോകളിലൊന്നും നമ്മളതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ അതിൻ്റെ ഡെമോ ആണ് കാണിക്കാനായിട്ട് പോണത്. അറിയാത്തവർക്കായിട്ട് വളരെ ക്വിക്കായിട്ട് പറയാം, ഇത് ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിജിറ്റൽ ടൈമർ സ്വിച്ച് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓണും ഓഫും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് 30 ആംപിയറിൻ്റെ സ്വിച്ചാണ്. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ലോഡ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കോയിൻ ടൈപ്പ് ബാറ്ററിയാണ്. CR2032 എന്ന് പറയുന്ന മോഡലാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റിനകത്ത് ഓൾറെഡി ഒരു ബാറ്ററി ഉണ്ടായിരിക്കും നമ്മൾ വാങ്ങുന്ന സമയത്ത്. അത് ബ്രാൻഡഡ് ആയിട്ടുള്ള ബാറ്ററി ഒന്നുമല്ല. ഞാൻ ഇതിലേക്ക് മാറ്റാനായിട്ട് വാങ്ങി വെച്ചിട്ടുള്ളത് പാനാസോണിക്കിൻ്റെയാണ്. ഇത്തരം ബാറ്ററികളിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡും അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് പാനാസോണിക് തന്നെയാണ്. ഈ CR2032 എന്ന് പറയുന്ന മോഡൽ നമ്മൾ ഈ ഒരു ഡിവൈസിൽ മാത്രമല്ല നമുക്ക് പല ഡിവൈസുകളിൽ യൂസ് ചെയ്യാം. കാറിൻ്റെ റിമോട്ടിൽ, അതുപോലെ തന്നെ വെയിങ് മെഷീനിൽ, ഇത്തരം ഡിവൈസുകളിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് പാനാസോണിക്കിൻ്റെ ആ ഒരു ബാറ്ററി എന്ന് പറയുന്നത്. ഇത് 5 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ഒരെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി ഈ ഡിജിറ്റൽ ടൈമർ സ്വിച്ചിൻ്റെ ബാറ്ററി ചേഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇതിനകത്തൊരു ബാറ്ററി ഇട്ടു, പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്ത്, ഇനി ഈ ഒരു ബാറ്ററി ചാർജ് തീരാറാവുന്ന സമയത്ത് എങ്ങനെയാണ് ബാറ്ററി ചാർജ് തീരാറാവുന്നത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഈ ഡിസ്പ്ലേ ഡൾ ആവാനായിട്ട് തുടങ്ങും. അതായത് നമ്മുടെ വീട്ടിലുള്ള കാൽക്കുലേറ്ററിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഡൾ ആവാനായിട്ട് തുടങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ബാറ്ററി ലോ ആവുന്ന സമയത്ത്. അതുപോലെ ഇതിൻ്റെ ബാറ്ററി ലോ ആവുന്ന സമയത്ത് ഡിസ്പ്ലേ ഡൾ ആവും. ആ ഒരു സമയത്താണ് ബാറ്ററി മാറ്റേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പുറകുവശത്തുള്ള ഈ ഒരു ട്രേക്കകത്താണ് ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഞാനിപ്പോൾ ട്രേ തുറന്ന് ബാറ്ററി പുറത്തേക്ക് എടുത്തിട്ടും അതിൻ്റെ ഡിസ്പ്ലേ പോയിട്ടില്ല. ഈ ഒരു സമയത്ത് നമ്മൾ പെട്ടെന്ന് പുതിയ ബാറ്ററി ഇതിലേക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഡിസ്പ്ലേ പോവില്ല, നമ്മൾ എൻ്റർ ചെയ്ത പ്രോഗ്രാം ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല. അല്ലാതെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്ന് കണ്ടില്ലേ, നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ പോവാതെ അങ്ങനെ തന്നെ നിൽക്കും. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് നേരം കൂടി ഡിലേ ആയിരുന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ കംപ്ലീറ്റ് പോയി നമ്മൾ എൻ്റർ ചെയ്ത പ്രോഗ്രാംസ് എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടോ ബാറ്ററി ഊരിയിട്ട് എങ്ങനെയാണ് ഈ ഡിസ്പ്ലേ നിൽക്കുന്നത്. ഇതിൻ്റെ സർക്യൂട്ടിനകത്ത് കുറച്ച് നേരത്തേക്ക്, ഏതാനും സെക്കൻഡ് നേരത്തേക്ക് ഈ ചാർജ് ഉണ്ടായിരിക്കും. ആ ചാർജ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ബാറ്ററി ഊരിയതിന് ശേഷം ഏതാനും സെക്കൻഡുകൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഡള്ളായിട്ട് പിന്നെ കംപ്ലീറ്റ്ലി ഓഫ് ആവും. അപ്പോൾ പ്രോഗ്രാം ഫുള്ള് നഷ്ടപ്പെടും. ഇപ്പോൾ നമ്മളിത് വീണ്ടും ഊരിയിട്ടുണ്ട് ബാറ്ററി. ഇനി ഡിസ്പ്ലേ ഡള്ളായി കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവുമെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏതാനും സെക്കൻഡുകൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ കംപ്ലീറ്റ് പോയി. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സർക്യൂട്ടിലെ ചാർജാണ്, ബാറ്ററി ഇപ്പോൾ അതിനകത്ത് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും സമയത്തിനുള്ളിൽ വെയിറ്റ് ചെയ്ത് ഡിലേ ആക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ബാറ്ററി അതിലേക്ക് ഇട്ട് റീപ്ലേസ് ചെയ്താൽ കണ്ടില്ലേ, ഇപ്പോൾ ഡിസ്പ്ലേ ഡള്ളാവാനായിട്ട് തുടങ്ങി, ഇതേ കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇങ്ങനെ നമ്മൾ ഇത്രയും ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത കംപ്ലീറ്റ് പ്രോഗ്രാം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത്രയും സമയം നമുക്ക് കിട്ടി. ഇതിനുള്ളിൽ പുതിയ ബാറ്ററി നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത ഒരു പ്രോഗ്രാമും നഷ്ടപ്പെടില്ല.